ഹായ്. നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുന്ന താല്പര്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ബേസിക് കുറച്ച് ക്വാളിറ്റീസ് ഉണ്ട്. ജീവിതത്തിൽ വിജയിച്ച എല്ലാവരുടെയും ക്വാളിറ്റീസ് ഉണ്ട്. അതിലൊന്ന് പറയാമെന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി ആൻഡ് ഡിസിപ്ലിൻ. ജീവിതത്തിൽ വിജയിച്ച എല്ലാവരും അവർ കൺസിസ്റ്റൻറ്റും ഡിസിപ്ലിനായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർ കൺസിസ്റ്റൻ്റായിട്ടൊരു കാര്യം ചെയ്തു, അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഉൾപ്പെട്ടു, അത് ഡിസിപ്ലിനോടെ എക്സിക്യൂട്ട് ചെയ്തു. അങ്ങനെയുള്ളവരെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. കാരണം ഇപ്പം ഏത് ഫീൽഡ് എടുത്താലും ആ ഫീൽഡിൽ അവർ കൺസിസ്റ്റൻ്റായിട്ട് അതിൽ അറ്റംപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു, അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരുന്നു, അതിനെപ്പറ്റി റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നു, അതിനു വേണ്ടി വർക്ക് ചെയ്തു, അത് ഡിസിപ്ലിനോടെ ചെയ്തു. ഡേ ആഫ്റ്റർ ഡേ ഡിസിപ്ലിനോടെ ചെയ്തു. ബട്ട് സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീങ് നോട്ട് അഫ്രൈഡ് ടു ടേക്ക് റിസ്ക് ആൻഡ് നോട്ട് അഫ്രൈഡ് ടു ബി എ ഫെയിലിയർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ജീവിതത്തിൽ വിജയിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ റിസ്ക് എടുക്കാൻ പഠിക്കും, റിസ്ക് എടുക്കും. സെക്കൻഡ് തിങ്, അവരെ ഫെയിലിയർ കണ്ട് പേടിച്ചു പോകത്തില്ല. ജീവിതത്തിൽ ഫെയിലിയർ വരും. ഫെയിലിയർ ലൈഫ് ഇംബെഡഡ് ആണ്, നമുക്കത് മാറ്റി വെക്കാൻ പറ്റില്ല. ജീവിതത്തിൽ മുമ്പോട്ട് മൂവ് ചെയ്തവർ ആരും ഫെയിലിയറിലായിട്ട് പോകുന്നില്ല. ഫെയിൽ ചെയ്യും. ഇറ്റ്സ് ലൈക്ക് എ പ്രോസസ്. യു ഫെയിൽ, യു ഗെറ്റ് ബാക്ക്, യു ഫെയിൽ, യു ഗെറ്റ് ബാക്ക്, യു ഫെയിൽ, യു ഗെറ്റ് ബാക്ക്, യു ഫെയിൽ, യു ഗെറ്റ് ബാക്ക്. ജീവിതത്തിൽ വിജയിച്ചവരെല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ പലവട്ടം ഫെയിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ അവരതിൽ കടന്നില്ല. അവർ മുമ്പോട്ട് തന്നെ നീങ്ങി. ഫെയിലിയർ ഈസ് പാർട്ട് ഓഫ് ലൈഫ്, ബട്ട് ഡോണ്ട് മേക്ക് ഇറ്റ് എ ലൈഫ് സ്റ്റൈൽ. ലൈക്ക് ഡോണ്ട് ഡ്വെൽ ഓൺ ഇറ്റ്. മുമ്പോട്ട് പോവുക. സ്റ്റീവ് ജോബ്സ് ആയാലും ഇലോൺ മസ്ക് ആയാലും ആരായാലും, ഇന്ത്യയിൽ നോക്കിയാലും ആരായാലും ജീവിതത്തിൽ തോറ്റവരെ വിജയിച്ചിട്ടുള്ളൂ. തോക്കാതെ ഇരുന്നവർ ആക്ച്വലി അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലെന്ന് പറയും. നിങ്ങൾ ജീവിതത്തിൽ തോക്കാൻ റെഡിയാവും, അപ്പോൾ നിങ്ങൾ വിജയിക്കും. തോക്കുന്നവർ വലിയ പാവമാണെന്നോ അല്ലെങ്കിൽ തെറ്റാണെന്നോ നമ്മൾ കൺസിഡർ ചെയ്യില്ല. തോക്കുന്ന ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ്. നമ്മൾ കാര്യം പുതിയതായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ തോക്കും. നമ്മൾ സൈക്കിൾ ഓടിച്ചപ്പോൾ ആദ്യം വീണു, നമ്മൾ നീന്താൻ ഇറങ്ങി ആദ്യം ചാടിപ്പോൾ, നമ്മൾ വെള്ളം കുടിച്ചു, അവിടെ തോൽവി അവിടെ സംഭവിച്ചു. പക്ഷെ നമ്മൾ അത് വെച്ച് നിൽക്കുന്നില്ല. നമ്മൾ കീപ്പ് ഓൺ അറ്റംപ്റ്റിങ്, കീപ്പ് ഓൺ കാര്യങ്ങൾ ചെയ്യുക. നമ്മൾ ഡെഫിനറ്റായി വിജയിക്കും. മൂന്നാമതൊരു വലിയ ക്വാളിറ്റിയാണ് പെർസീവേഴ്സ് ആൻഡ് പെർസിസ്റ്റ്. ഒരു കാര്യം പെർസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പെർസീവിയർ ചെയ്യും. ഡിഫിക്കൽട്ടീസ് വരും, തടസ്സങ്ങൾ വരും, വളരെ കഠിനമായ സംഭവങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് എൻ്റെ ജീവിതത്തിൽ. പക്ഷേങ്കിൽ നമ്മൾ അതിൽ പിടിച്ചിരിക്കുക, മുമ്പോട്ട് തന്നെ. ഞാനത് വിടത്തില്ല. പെർസീവിയർ ചെയ്ത് ഞാൻ കഷ്ടപ്പെട്ടത് നേടിയെടുക്കും, അല്ല അതിനുവേണ്ടി അറ്റൻഡ് ചെയ്യും. പല പിള്ളേർ ചെറിയ തോൽവികൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എക്സാമിന് ഫെയിൽ ആയി കഴിഞ്ഞാൽ അവരത് വിട്ടിട്ട് അങ്ങ് പോകും. ഇതെനിക്ക് പറ്റുന്നില്ല. പക്ഷെ അങ്ങനെ ആവരുത്. നമ്മൾ മാക്സിമം ശ്രമിക്കുക, പെർസിസ്റ്റ് ചെയ്തിരിക്കുക, പിടിച്ചിരിക്കുക. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ സക്സീഡ് ചെയ്യാൻ പറ്റും ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഇഫ് യു ആർ പെർസിസ്റ്റൻറ്റ് ആൻഡ് പെർസീവിയറിങ് ദീസ് ഡിഫിക്കൽട്ടീസ്. നാലാമത് വലിയൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് ഞാൻ പറയുകയാണെങ്കിൽ ഫോർഗെറ്റിംഗ് ദ പാസ്റ്റ്. ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പക്ഷേ നമ്മുടെ പഴയ പരാജയങ്ങൾ, പഴയ പാസ്റ്റിൽ നടന്ന ഡിഫിക്കൽട്ടീസ്, അല്ലെങ്കിൽ പാസ്റ്റിൽ നടന്ന തോൽവികൾ, പാസ്റ്റിലുണ്ടായിരുന്ന നമുക്ക് ഷോർട്ട് കമ്മിങ്സ്, ഇതൊക്കെ നമ്മൾ മറന്നിട്ട് മുമ്പോട്ട് നീങ്ങാൻ നമ്മൾ ശ്രമിക്കുക. നമ്മൾ പാസ്റ്റിൽ ഡ്വെൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഒരിക്കലും നമുക്കൊരു വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് റിയർ വ്യൂ മിറർ അല്ല ബാക്ക് മിറർ നോക്കിക്കൊണ്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് നോക്കി, ആ വിൻഷീൽഡിൻ്റെ അകത്തൂടെ കാണുന്ന ഫ്രണ്ടിലത്തെ റോഡ് നോക്കി ഓടിക്കണം. അതുപോലെ തന്നെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കി ജീവിതം ഓടിക്കുക. റിയർ വ്യൂ നോക്കി, പാസ്റ്റിലെ കാര്യം നോക്കി നമുക്കൊരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല. ലൈഫിൽ പുരോഗമനം അവിടെ വെച്ചുണ്ടാകത്തില്ല. അതുകൊണ്ട് 99% ആൾക്കാരെ നിങ്ങൾക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഈ 4 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ്. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ. നിങ്ങൾക്ക് എന്നിട്ട് ഈ 4 കാര്യങ്ങൾ ചിന്തിച്ച് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന് ഒന്ന് കമൻ്റാക്കി എന്ന് രേഖപ്പെടുത്തി എനിക്കൊന്ന് അറിയണത്. ഞാൻ കമൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടണും ഒന്ന് സബ്സ്ക്രൈബ് ബട്ടണും ഒന്ന് നോക്കിയേക്ക്. Okay, thank you so much for watching. My name is PG. I'll see you in the next vlog.